ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും നമ്മളൊരു ട്രിപ്പ് പോവാണ്. ഈ പ്രാവശ്യത്തെ ട്രിപ്പ് കുറച്ച് സ്പെഷ്യലായിരിക്കും. കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തായ്ലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. 5 days ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട്. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം ഇവിടുത്തെ സോളാർ പാനൽസിൻ്റെ പരിപാടികളാണ്. മീൻസ് എയർപോർട്ട് മൊത്തം സോളാറിലാണല്ലോ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയം ഉണ്ട്. റൈറ്റ് സൈഡിൽ എന്തോ സംഭവങ്ങൾ കാണാറുണ്ട് ഇവിടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ എയർപോർട്ടും കാര്യങ്ങളും എത്തിയിട്ടുണ്ട്. സംഭവം രാത്രിയായി. ഞാൻ എൻ്റെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അങ്കിളുടെ വീട്ടിലാണ്. അതാണ് കുറച്ച് ഡിലേ ആയത്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഈ കാണുന്ന നേരെ മുന്നിൽ കാണുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, റോയൽ എയർപോർട്ട് റെസ്റ്റോറൻറ്റ്. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. നമ്മൾ പോകുന്നത് ടെർമിനൽ 3 T3. ഇവിടെ ഒരു ദിവസം നമ്മൾ വണ്ടി ഒരു ഫുൾ ഡേ പാർക്ക് ചെയ്യാൻ 350 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് വളരെ കൂടുതലാണ്. എന്താപ്പോൾ ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ 5 ദിവസം വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കുറച്ച് പോകും. അത് കാരണം അങ്കളുടെ വീട്ടിലുണ്ട് ഈ വണ്ടി പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഫ്രണ്ട്സ്, ഇനി റെസ്റ്റോറൻറ്റിൽ പോകണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. എന്നിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ഇങ്ങനെ വീഡിയോ പോകുന്നതനുസരിച്ച് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം പാർക്ക് ചെയ്യാൻ ഇഷ്ടംമാതിരി സ്ഥല സൗകര്യങ്ങളുണ്ട്. ബട്ട് പാർക്കിംഗ് അറ്റ് ഓണേഴ്സ് റിസ്ക് ആണ്. അത് വലിയൊരു പ്രശ്നമാണ്. എന്താ വെച്ചാൽ നമ്മൾ ഈ 5 ദിവസം വണ്ടി നിർത്തിയിട്ട് വരുമ്പോൾ എന്താ നമുക്ക് അറിയില്ലല്ലോ എന്താ സംഭവിക്കുന്നത്. ആ കാരണം കൊണ്ട് നമ്മൾ ഈ ചാൻസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഡിന്നർ കഴിഞ്ഞു. ഡിന്നറിൽ നമ്മൾ ഷവർമേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലേറ്റ് ഷവർമയും റോളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനി വേസ്റ്റ് ഫുഡ്. നമ്മൾ ഫുഡിന് കുറ്റം പറഞ്ഞാലായിട്ട് കൂട്ടരുത് കേട്ടോ. ടേസ്റ്റ് വേണ്ട, എത്ര കാശ് കൊടുത്ത് നമ്മൾ സാധനം മേടിക്കുകയല്ലേ. തനി വേസ്റ്റ് ഫുഡ്. ഷവർമ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഷവർമ ബാക്കി വെച്ചിട്ട് നമ്മൾ വേറെ സാധനം ഓർഡർ കൊടുത്തിട്ട് കഴിച്ച്. അത് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അത് പിന്നെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഇതിനുള്ളിലേക്ക് കയറാം, എയർപോർട്ടിനുള്ളിലേക്ക് കയറാം. ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ വേണമെങ്കിൽ കറൻസീസ് അവർ എക്സ്ചേഞ്ച് ചെയ്യാം കേട്ടോ നമുക്ക്. ഓക്കെ, ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അങ്ങനെ ബോർഡിംഗ് പാസും കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മളെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാണ്. നമ്മൾ ഗേറ്റ് നമ്പർ 5 ആണോ 4 ആണോ? 5B ആണ് നമ്മളെ ഗേറ്റ്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, കുറേ നേരം ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കും. കുറേ നേരം നിന്നു. നമ്മളിനി കുറച്ച് നേരം ഫ്ലൈറ്റ്സ് വന്നിങ്ങനെ ഇറങ്ങുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണാണ്ട്. ഇതിപ്പോൾ ഒരു എയർ ഏഷ്യയുടെ ഫ്ലൈറ്റാണ് വന്ന് ഇറങ്ങിയത്, മലേഷ്യയിലത്തെ. അവിടെ ഒരെണ്ണം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം കാണാൻ ഒരു പ്രത്യേക രസമായിട്ടത്. അപ്പോൾ എയർ ഏഷ്യ മലേഷ്യൻ എയർലൈൻസ് ആണെന്ന് തോന്നുന്നു, മലേഷ്യയിലത്തെ ഫ്ലൈറ്റ്സ് ആണെന്ന് തോന്നുന്നു. ന്യൂ എക്സ്പീരിയൻസ് ക്യാൻ ഫ്ലൈ അല്ല, ന്യൂ നൗ എവരി വൺ ക്യാൻ ഫ്ലൈ. ഓ,
അതായത് നിങ്ങൾ പെട്ടെന്ന് വായിച്ചപ്പോൾ മനസ്സിലായില്ല എനിക്ക്. വാ, എന്ത് രസത്തിൽ ആശ വന്ന് നിൽക്കണം ഇവിടെ അല്ലേ. നമ്മൾ വീട്ടിൽ കാറ് പാർക്ക് ചെയ്യണ മാറിയാണ് അവരവരെ പ്ലെയിൻ വന്ന് പാർക്ക് ചെയ്യണേ. അപ്പോൾ വന്നിറങ്ങിയത് ഇൻഡിഗോ എയർലൈൻസ്. പണ്ട് അവർ ജെറ്റ് എയർവേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ബോർഡ് ചെയ്യാൻ പോവാണ്. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്, അവർ നമ്മൾ ബോർഡ് ചെയ്യണു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ വളരെ സുഖസുഖമായി നമ്മളിവിടെ എത്തിയിരിക്കുന്നു കേട്ടോ. നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ. ദൈവമേ, നമ്മളെ ലഗേജ് കാണാമല്ലോ. റൗണ്ട് അടിച്ച് വരിയിരിക്കും വീണ്ടും. അതെ വരുന്നു നമ്മളെ ലഗേജ്. തല കുത്തിയിരുന്നാണ് വരണേ. ഇനി ഫ്രണ്ട്സ് നമുക്ക് പുറത്തേക്ക് പോകണം.
പുറത്ത് നമ്മൾക്ക് വണ്ടി ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി പുറത്തേക്ക് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ.